ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പ് 5 ലിസ്റ്റാണ്. ടോപ്പ് 5 ഹൊറർ മൂവീസിനെ പറ്റി നോക്കാൻ പോകുന്നത്. കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ചില ഹൊറർ പടങ്ങളെ പറ്റി നോക്കാൻ പോകുന്നത്. ആൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് വന്ന് എൻ്റെ പാർട്ട് 2 ആണ്. ഇതിൽ പിന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഹൊറർ മൂവീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നേരെ വീട്ടിലോട്ട് എടുക്കാം. അപ്പോൾ നമ്പർ 5 മൂവിയാണ് ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള. 1992 റിലീസായ ഒരു മൂവിയാണ്. ഇത് വന്ന് നമ്മുടെ ബ്രാം സ്റ്റോക്കറിൻ്റെ ആ ഒരു നോവലിൽ നിന്ന് ഇൻസ്പയറേറ്റ് ചെയ്ത ഒരു മൂവിയാണിത്. ഈ പടത്തിൽ വന്ന് നമ്മുടെ കിയാന റീവ്സ് ഒക്കെ ഉണ്ട്. സോ ഇത് വന്നൊരു ഹൊറർ റൊമാൻസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു നല്ലൊരു ഹൊറർ മൂവിയാണ്. ഒരു ക്ലാസിക് ഹൊറർ മൂവി എന്ന് പറയാൻ പറ്റൂ. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറച്ച് കുറവാണ്, കാരണം ഇന്ന് കാണുമ്പോൾ അതിൻ്റേതായ ചില പോരായ്മകൾ ഈ പടത്തിലുണ്ടാകും. ബട്ട് എന്നാലും ഒരു നല്ലൊരു പടമാണ്. ഇത് വന്ന് നമ്മുടെ ഡ്രാക്കുളയുടെ സ്റ്റോറിയാണ്. അതായത് നമ്മുടെ നോവലിൻ്റെ വായിച്ച പോലെ നമ്മുടെ ഡ്രാക്കുളയുടെ ആ ഒരു കോട്ടയിലോട്ട് നമ്മുടെ ജോനാഥൻ പോവുകയാണ്. ജോനാഥൻ പോയി അവിടെ പെട്ടുപോവുകയാണ്. അതിനുശേഷം ജോനാഥൻ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു, കൂടാതെ നമ്മുടെ ഡ്രാക്കുള ഇംഗ്ലണ്ടിലോട്ട് വന്ന് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, ഈവൻ ആ ഒരു ജോനാഥൻ്റെ പെൺകുട്ടിയെ പിടിക്കാനൊക്കെ നോക്കുന്നതും, അവസാനം ഇവരെങ്ങനെ രക്ഷപ്പെട്ടു, ഈവൻ വാൻ ഹെൽസിംഗ് ഒക്കെ വന്ന് എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ്. ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തുള്ള നമ്പർ 4 മൂവിയാണ് ദ എക്സോസിസം ഓഫ് എമിലി റോസി. 2005 റിലീസായ മൂവിയാണ്. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. സോ ഈ ഒരു പടം വന്ന് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഹൊറർ മൂവിയാണ്. സാധാരണ ഹൊറർ പടം പോലെ ഇതിരിക്കില്ല. ഇത് വന്ന് ആൾമോസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിൽ പോകുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു സ്റ്റോറി കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എമിലി റോസി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ബോഡി വന്ന് ചില ഡീമൺസ് പൊസസ് ചെയ്യാണ്. അപ്പം അതിൻ്റെ പേരിൽ നടക്കുന്ന എക്സോസിസമാണ് ഇതിൽ എടുത്ത് കാണിക്കുന്നത്. അവിടെ ബോഡീനെ പ്രായത്തിന് ഒട്ടിക്കാൻ വേണ്ടി നടക്കുന്ന എക്സോസിസം. പിന്നീട് ഈ ഒരു പെൺകുട്ടി മരിക്കാൻ അവസാനം ഈ ഒരു ഇഷ്യൂ വന്ന് ഒരു കേസായിട്ട് മാറാൻ കോടതിയിലൊക്കെ പോവുകയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ അത് ബാധിക്കുകയാണ്. അതായത് ഒരു സൈഡിൽ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഡീമോണിക് പ്രോസസ്സും കാരണം മരിച്ചതാണ് എന്നും ഒരു സൈഡിലൊരു വാദം, മറ്റൊരു സൈഡിൽ ഇല്ല, ഇവർക്ക് വന്ന് ഡുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ കാരണമാണ് ഇവിടെ മരിച്ചതെന്ന് വേറൊരു സൈഡ്. സോ ശരിക്കും എന്താണ് എമിലി റോസിക്ക് സംഭവിച്ചത്, അതാണ് ഈ പടത്തിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് വയ്ക്കുകയാണെങ്കിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ്. ഇതിൽ ആ ഒരു പെൺകുട്ടിയുടെ ആക്ടിങ് പെർഫോമൻസ് ഒക്കെ വേറെ ലെവലിലിരിക്കും. സോ ടൈമുള്ളവർ ഉറപ്പായിട്ട് ഒരു പടം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തോടെ നമ്പർ 3 മൂവിയാണ് ദ ലാസ്റ്റ് വോഗേജ് ഓഫ് ദ ഡിമെൻറ്റഡ്. 2023 റിലീസായ പടമാണ്. സോ ഇത് വന്ന് നമ്മുടെ ഡ്രാക്കുള ബേസ്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലോട്ട് ഒരു ഷിപ്പ് പോവുകയാണ്. സോ അപ്പോൾ ആ ഷിപ്പിൻ്റെ ഉള്ളിൽ വന്ന് നമ്മുടെ ഈ ഒരു ഡ്രാക്കുളയുണ്ട്. സോ അപ്പോൾ ഡ്രാക്കുള വന്ന് രാത്രിയാണ സമയത്ത് ഈ ഷിപ്പിലുള്ള ഓരോ ആൾക്കാരെ ഏറ്റ് കൊന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവസാനം ഇവരെങ്ങനെ ഡ്രാക്കുളയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, ഡ്രാക്കുള ഇവർ ഡിഫീറ്റ് ചെയ്യില്ലേ, അതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് വയ്ക്കുകയാണെങ്കിൽ. സോ പടം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ആ ഷിപ്പിനുള്ളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. രാത്രിയാകുമ്പോൾ തന്നെ അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ പടത്തിന് കൊള്ളായിരുന്നു, ക്വാളിറ്റി ഒക്കെ കൊള്ളായിരുന്നു. ബട്ട് വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അതായത് നമുക്ക് പിന്നീട് ഈ പടം കാണാൻ തോന്നും, ഒരു തവണ കാണാൻ തോന്നും, അങ്ങനത്തെ ഒരു പടമാണ്. പക്ഷേ ഉറപ്പായിട്ട് ഒരു നല്ല പടമാണ്. മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്. സോ ഒരു ഡ്രാക്കുളയുടെ CGI ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ്. ഷിപ്പിനുള്ളിൽ നടക്കാനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ടൈമുള്ളവർ എന്തായാലും ഈ ഒരു പടം ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ വേറൊരു പടവും ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മലിഗ്നന്റ്. 2021 റിലീസായ പടമാണ്. നമ്മുടെ ജെയിംസ് ബോണ്ട് ഡയറക്റ്റ് ചെയ്ത ഒരു പടമാണ്. ഇതും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഹൊറർ പടമാണ്. നിറയെ പേർക്ക് ഈ പടം ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. ബട്ട് വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. സോ ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ട്വിസ്റ്റാണ്. ക്ലൈമാക്സ് ട്വിസ്റ്റ് വയ്ക്കും, അത് വേറെ ലെവൽ. ബട്ട് ഈ പടത്തിൻ്റെ കഥ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞാൽ തന്നെ സ്പോയിലറായി പോകും. അങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി അടങ്ങിയിട്ടുള്ളൊരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പടത്തിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ ഈ പടം ചെക്ക് ചെയ്ത് നോക്കുക. സൂപ്പറായിട്ടുള്ള പടമാണ്. അപ്പോൾ അടുത്തുള്ള നമ്പർ 2 മൂവിയാണ് ഈവിൾ ഡെഡ് റൈസ്. 2023 റിലീസായ പടമാണ്. സോ കഴിഞ്ഞ വർഷത്തെ ഒരു ബെസ്റ്റ് ഹൊറർ മൂവി എന്ന് പറയാൻ പറ്റൂ. സോ നമ്മുടെ ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിലെ ലാസ്റ്റത്തെ മൂവിയാണിത്. ഇനിയും മൂവീസൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നടക്കാനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫാമിലിക്കാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കുട്ടികളുടെ അമ്മയാണ് ഈ ഒരു ഡീമൺ പ്രൊസസ് ചെയ്യുന്നത്. സോ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെ കുട്ടികളെ തന്നെ കൊല്ലാൻ നോക്കാനായിട്ടൊക്കെ കാണിക്കുക. അതൊക്കെ കാണാൻ ഭയങ്കരമായിട്ടുണ്ടാകും. സോ ഒരു ആക്ട്രസിൻ്റെ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലിലേക്കും. ഭയങ്കര ഒരു ബ്രൂട്ടലായിട്ടുള്ള മൂവിയാണ്. പക്ക R-rated പടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഈ പടം കാണാൻ പറ്റില്ല, അതാണ് ഈ മൂവിയുടെ ഒരു ചെറിയ പ്രശ്നം. ബട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പടമാണ്. എന്തായാലും ഈ പടം കണ്ട എല്ലാവരും പേടിക്കും. അങ്ങനെയാണ് ഒരു മൂവി ചെയ്തു വെച്ചിട്ടുള്ളത്. സോ എനിക്ക് ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഇപ്പോൾ ഇതാണ്. കാരണം അത്രത്തോളം ഒരു ബ്രൂട്ടലായിട്ടുള്ളൊരു മൂവിയാണിത്. സോ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ബട്ട് ഒരു R-rated പടമാണ്, അത് മനസ്സിൽ വെച്ചേക്കുക.
ഓക്കെ, ഫൈനലി നമ്പർ 1 മൂവിയാണ് സ്മൈൽ. 2022 റിലീസായ ഒരു പടമാണ്. ഇതൊരു വേറെ ലെവലായിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ്. അതായത് ഇതേപോലത്തെ ഒരു ഹൊറർ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അത്രയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ്. സോ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വയ്ക്കുകയാണെങ്കിൽ ഇതിലുള്ള പ്രേതം പൊസസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ സ്മൈൽ ചെയ്യും, അതായത് ഒരുമാതിരി ക്രീപ്പി ആയിട്ടുള്ള ഒരു ചിരി ചിരിക്കും. അത് കാണുമ്പോൾ തന്നെ പേടിയാവും. ഈ പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും വന്ന് ചിരിച്ചാൽ തന്നെ പേടിയായി പോകും. അങ്ങനെയാണ് ഇവർ ഈ പടം ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൽ വന്ന് ഡോക്ടർ റോസി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഫോക്കസ് ചെയ്താണ് പോകുന്നത്. അവർക്കൊരു പ്രശ്നം നടക്കുകയാണ്. അവർ മുമ്പിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ചിരിച്ചിട്ട് മരിക്കുകയാണ്. പിന്നീട് ആ പെൺകുട്ടിക്ക് സംഭവിച്ച പോലത്തെ ഇഷ്യൂസ് ഈ ഡോക്ടറിന് സംഭവിക്കുകയാണ്. അവസാനം ഇവരൊക്കെ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു, ഈ പ്രശ്നം എങ്ങനെ ഇവർ സോൾവ് ചെയ്യുന്നു, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ, എന്തിനാണ് ആൾക്കാർ മരിക്കുന്നതിന് മുമ്പായിട്ട് ചിരിക്കുന്നത്, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൊറർ പടമാണ്. അതായത് ഇതിൻ്റെ ട്വിസ്റ്റൊക്കെ വേറെ ലെവലിലിരിക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിറയെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഇതൊരു എന്താ പറയുക R-rated പടമാണ്. എല്ലാ പ്രായക്കാർക്കും കാണാൻ പറ്റിയ പടമല്ല, പക്ഷേ ഒരു ബ്രൂട്ടലായിട്ടുള്ള പടമാണ്. ഒരു ഡിഫറെൻറ്റ് ഹൊറർ മൂവിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ചില ഹൊറർ മൂവീസുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഏതൊക്കെ പടങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. അപ്പോൾ ഇതല്ലാതെ ഇനിയും നിറയെ ഹൊറർ മൂവീസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പാർട്ട് 3 വേണമെങ്കിൽ താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റാൻ കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.